ജോർജിയയിലെ മൂന്നാമത്തെ ദിവസം ടിബിലിസിയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് കുട്ടൈസിൽ എത്തിയിട്ട് കുട്ടൈസിൽ നിന്ന് വീണ്ടും 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവിടുത്തെ നാച്ചുറൽ കയോൺ ആയിട്ടുള്ള മാറ്റ്യൂലി കയോൺ കാണുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. ഫബീറാണ്. വെൽക്കം ബാക്ക് ട്രാവൽ വിത്ത് ഫബീർ. അപ്പോൾ നമ്മൾ ടിബിലിസിയിൽ നിന്ന് കുട്ടൈസിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടിബിലിസിയിൽ നിന്ന് കുട്ടൈസിലേക്ക് പോകുന്ന കാഴ്ചകളും കുട്ടൈസിൽ എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ബൈ. ഫബീർ ഇതാ നോക്ക്. ഭക്ഷണം കഴിച്ചില്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ ടിബിലിസിനോട് ഇവിടെ പറയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കുട്ടൈസിലേക്കാണ്. കുട്ടൈസിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് സിറ്റി ടൂർ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നാളെ രാവിലത്തോടെ കൂടിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ജോർജിയയിൽ എത്തിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ദിവസം സൈറ്റ് സീനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിബിലിസിയിലെ സൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കുട്ടൈസിലേക്കാണ്. കാരണം നാളെ രാവിലെ 10:30 കുട്ടൈസിൽ നിന്ന് അബുദാബിയിലേക്കുള്ള നമ്മൾ വിസറിന്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കുട്ടൈസിൽ സ്റ്റേ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മൾ കേസ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരോടൊപ്പമാണ് നമ്മൾ ഇന്ന് നമ്മുടെ എന്ത് ചെയ്തതിന്റെ കുട്ടൈസിലേക്ക് യാത്ര പോകുന്നത്. നമ്മളിന്ന് മെയിനായിട്ട് കാണാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മാറ്റ്യൂലി കനയോണും ടെസകയോണും പിന്നെ പ്രോവിൻസ് കേവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടൈസിയിലുള്ള ഓരോ ലോക്കൽ സൈറ്റ്സും. ഇത്രയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുട്ടൈസിയിൽ നിന്ന് നമുക്ക് ടിബിലിസിലേക്ക് 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അതേ ദൂരം തന്നെ നമ്മൾ തിരിച്ച് ഇന്നിപ്പോൾ പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു 2:30-3 മണിയോടെ കൂടിയിട്ടൊക്കെ നമ്മൾ കുട്ടൈസിയിലെ മാറ്റ്യൂലി കനയോണിൽ എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടിബിലിസിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഈ ഒരു ബോർഡറോട് കൂടിയിട്ട് ഇത് ടിബിലിസി മാളാണ് ദൂരെ കാണുന്നത്. അത് കഴിയുന്നതോട് കൂടിയിട്ട് ടിബിലിസി ടൗണ് വിടുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന കുട്ടൈസിക്കാണ്. ഏകദേശം 2-2.5 മണിക്കൂർ യാത്ര ഉണ്ടാവും. കാരിഫോർ ഇവിടെ മെയിൻ ഇതാണല്ലേ. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടിബിലിസി മാൾ കേട്ടോ. കാരിഫോർ നമുക്ക് ഗ്രോസറീസ് ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാരിഫോർ ഇവിടെ ഉണ്ട്. അൽഫത്തീമിന്റെ കാരിഫോർ ഉണ്ടല്ലോ, അതന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുകൂടാണ്ട് സ്പാർ, പിന്നെ അതന്നെ മെയിനായിട്ട് നമ്മളിവിടെ കണ്ടത്. മാറ്റ്യൂലിലേക്ക് ഇനി ഏകദേശം 2 മണിക്കൂർ കൂടി നമുക്ക് യാത്ര ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുവഴി ഇപ്പം അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു ആംബിയൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴ ആയതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി കുറച്ച് കുറവായിരുന്നു. ഇപ്പം നമുക്ക് ലോങ്ങിലൊക്കെ നോക്കി അത്യാവശ്യം സ്നോ ഒക്കെ കാണുന്നുണ്ട്. ആ ഏരിയയിലൊക്കെ അത്യാവശ്യം സ്നോ ഉണ്ട്. അതുപോലെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഭാഗത്തൊക്കെ നമുക്ക് മൗണ്ടൻ്റെ മുകളിലായിട്ട് സ്നോ ഒക്കെ അത്യാവശ്യം കാണാനുണ്ട്. പിന്നെ നമുക്കൊരു കുറച്ചുകൂടി യാത്ര ചെയ്യാണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം നമ്മൾ പോകുമ്പോൾ പകർത്തിയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് തിരിച്ചു പോകുമ്പോഴും കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കുറച്ച് പകർത്താതെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ചു. കുട്ടൈസി ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളൊരു 1 hour ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലാണ് മാറ്റ്യൂലിലേക്ക് നമുക്ക് എത്താൻ പറ്റുക.
കുട്ടൈസ് ടൗണിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്ര വേണ്ടി വരുന്നത് മാറ്റുവള്ളി കലയോണിലേക്ക്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടൈസ് എയർപോർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഏകദേശം 50 കിലോമീറ്റർ, ഏകദേശം 1 hour ടൈം എന്തായാലും ഉണ്ട്. പിന്നെ അവിടുന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞ ഒക്ടൈസ് കലയോണിലെടുക്കും. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ മെയിനായിട്ട് കുട്ടൈസിൽ കാണാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് രണ്ടും ഡിഫറെൻറ്റ് ഫീലാണ്, നാച്ചുറലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കിട്ടുന്ന സംഭവങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ കുട്ടൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിബിലിസിയിൽ കണ്ട പോലത്തെ ആളുകളോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറോ അല്ല നമുക്ക് കുട്ടൈസിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് കുട്ടൈസിൽ നിന്ന് മാറ്റുവള്ളി കനയോണ്ടൊക്കെ പോകുന്ന ഭാഗത്തുള്ള റൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് തന്നെ പറയാം. നമ്മൾ അവിടെ നഗരത്തിലുള്ള ആൾക്കാരെ കണ്ടുവെച്ചെങ്കിൽ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഗ്രാമീണ ഉള്ള ആൾക്കാരാണ്. സ്വന്തമായിട്ട് വീട്ടിൽ ഒരുപാട് കൃഷികളും അതുപോലെ തന്നെ പന്നി, കോഴി, ആട് മുതലായ പശുക്കളൊക്കെ മുതലായിട്ടുള്ള വളർത്തി അവയിൽ നിന്ന് കിട്ടുന്ന പാലും വെണ്ണൊക്കെ ഉണ്ടാക്കി ജീവിച്ച് സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും ഗ്രേപ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ ഗ്രേപ്സിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് വൈനൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിച്ചു പോകുന്ന സിമ്പിളായ കുറേ മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ മാറ്റുവള്ളിയുടെ ഗേറ്റ് എൻട്രി ആവാൻ പോകണം കേട്ടോ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ ഭാഗത്തേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ബോർഡ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ അത് ക്രോസ് ചെയ്യണം അവർ ചെയ്യാറ്. അല്ല അതായത് പോലെ അപ്പോൾ നമ്മൾ മാറ്റുവള്ളിയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിസിറ്റേഴ്സ് സെൻ്റർ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് പോകേണ്ടത്. ഇവിടെ ടിക്കറ്റ് ഓഫീസ് ഉണ്ട്. ഹായ്, ഹൗ ആർ യു? ഹായ്. Yeah. Arabia. Señora. Arabia. No. India. 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 Yeah, thank you. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ബോട്ടിങ്. പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വന്ന മുതൽ ചെറിയ തോതിൽ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു കയോണിലുള്ള വാട്ടർ ലെവൽ കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ബോട്ടിങ് ചെയ്യാൻ താൽക്കാലികമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ജോർജിയയിൽ വന്നിട്ട് നമുക്ക് കിട്ടിയുള്ള നഷ്ടങ്ങളിൽ ഏറ്റവും വലിയൊരു നഷ്ടം അതാണ്. കാരണം അതിലൂടെയുള്ളൊരു ബോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ വൈബ് സംഭവമാണ്. അത് റീൽസിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആ ഒരു ബോട്ടിങ്, ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു നീല വെള്ളത്തിലൂടെയുള്ള ബോട്ടിങ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നേട്ടാ. പക്ഷേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴ പെയ്തിട്ട് ഇവിടെ വാട്ടർ ലെവൽ കൂടിയപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇവിടെ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു എന്താ പറയുക, മഴ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ആകുമ്പോൾ അവർ സേഫ്റ്റി പ്രമാണിച്ചിട്ട് ഈ പരിപാടിയൊക്കെ ബന്ദ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു കിടിലം ഫോറസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു ട്രക്കിങ്, ചെറിയ രീതിയിലുള്ള ട്രക്കിംഗ് ആണ്. നമ്മൾ ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ. പക്ഷെ നമുക്കത് നമ്മുടെ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭാഗ്യവശാൽ എന്ന് പറയാൻ പറ്റില്ല,
നിർഭാഗ്യവശാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങിൽ കൂടെ അല്ലടാ, അവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട്. ഇവിടെ സ്ഥലം കണ്ടപ്പോൾ ഇവിടെ എങ്ങനെ ബോട്ടിങ് ചെയ്യാന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആണ് കേട്ടോ. കാരണം എല്ലായിടത്തും വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ എത്രയും സേഫ് ആയിട്ട് എങ്ങനെ ബോട്ടിങ് ചെയ്യാന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയ ഒരു കാര്യമാണ്. പക്ഷെ ഇത് വെള്ളം ചാടുന്നതിന് കുറച്ച് അപ്പുറത്ത് കുറച്ച് പ്ലെയിൻ ഏരിയ ഉണ്ട്. അവിടെയാണ് ഇവർ മെയിനായിട്ട് ബോട്ടിങ് ചെയ്യുന്നത്. അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലൊന്ന് വീണുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ബോട്ടിങ് അലൗഡ് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കൂടെ സിപ്പ് ലൈനൊക്കെ പോകുന്നുണ്ട്. ആ സിപ്പ് ലൈനിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് ഉണ്ട്. പക്ഷേ സിപ്പ് ലൈനിൽ നമുക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ആയി തോന്നാത്തതുകൊണ്ട് നമ്മളതിന് ചേർന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ജോർജിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബോട്ടിങ് കൂടി നമുക്ക് കിട്ടണം. ബോട്ടിങ് കിട്ടാത്തതിൽ ചെറിയ വിഷമമുണ്ട്. സാറില്ല, എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നടന്ന് കാണാമെന്നുള്ളതാണ്. ഇവിടേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് വരുന്നത് 20 ജെല്ലാണ്. അപ്പോൾ അതിൽ 20 ലാറിയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. ഓഫ്, ഒരു നാച്ചുറൽ വാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മാറ്റൂ ഡി കാനിയൻ. ഇവിടെ ഇങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട്. തന്നെ അത്യാവശ്യം ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യും. ഇനി നമുക്ക് ഒക്ടേസ് കൈവെള്ളിൽ പോകാനുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് ഒക്ടേസ് കൈവെള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നമ്മൾ ഇതിന് മുമ്പ് ജോർജിയയിലെ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന റെക്കമെൻഡേഷൻ കേട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി കേട്ടോ.